Voice of Marketing, in touch with positive people. പവർ ഓഫ് ഡിസ്ട്രിബ്യൂട്ടർ 28ാമത്തെ ചാപ്റ്ററിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ ജയകൃഷ്ണൻ. നമസ്കാരം. ഒരു ഡിസ്ട്രിബ്യൂട്ടർ അദ്ദേഹം കൊടുക്കുന്ന ആ സർക്കിളിൽ, ആ ഏരിയയിലെ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. ആണല്ലോ. ഏത് പ്രോഡക്റ്റാണ് വിൽക്കുന്നത് അദ്ദേഹം, ആ പ്രോഡക്റ്റ് ഏതുമാകട്ടെ, ആ പ്രോഡക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ട് നോളജ് കൈക്കലാക്കിയ ശേഷം ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റികൾ, ചിലപ്പോൾ ഡിസ്ക്വാളിറ്റി കൂടി മനസ്സിലാക്കി വെക്കേണ്ടി വരും. ശരിക്കും ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്താണ്, നമ്മുടെ സെയിം പ്രോഡക്റ്റ് പോലുള്ള പ്രോഡക്റ്റ് മാർക്കറ്റിൽ വിൽക്കുന്ന നമ്മുടെ കോമ്പറ്റീറ്റർ അല്ലേ, ആ കോമ്പറ്റീറ്ററുടെ ക്വാളിറ്റി എന്താണ്, നമ്മുടെ പ്രോഡക്റ്റിന് ഇല്ലാത്ത ഏതെങ്കിലും ക്വാളിറ്റികൾ ഉണ്ടോ, ആ കോമ്പറ്റീറ്ററുടെ പ്രോഡക്റ്റിന് അത് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ, നമ്മൾ വിൽക്കുന്ന പ്രോഡക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം വേണം ആ പ്രോഡക്റ്റ് ഡീലറുടെ അടുത്ത് പ്രസൻറ്റ് നടത്താൻ. അങ്ങനെ ഡീലേഴ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ കൺസ്യൂമറുടെ അടുത്ത്, കസ്റ്റമറുടെ അടുത്ത്, അത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യമോ അല്ലെങ്കിൽ റീറ്റെയിൽ മാർക്കറ്റിങ്ങിൻ്റെയോ ഏതായാലും അത് പ്രസൻറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇന്ന് ഡിസ്ട്രിബ്യൂട്ടറുടെ ഇന്റേണൽ പോളിസികളെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു കാര്യത്തെ ഫോക്കസ് ചെയ്ത് സംസാരിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് അതെന്നായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഉദിക്കുന്ന ഒരു ചോദ്യം. ഒരു ഡീലറെ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ കൃത്യമായിട്ട് പ്രോഡക്റ്റ്, ഏത് പ്രോഡക്റ്റാണ് നിങ്ങൾ അയാളുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്, ആ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാകണം. ആ പ്രോഡക്റ്റ് ഒന്ന് ടച്ച് ചെയ്യാൻ, ചെറിയ പ്രോഡക്റ്റൊക്കെ ആണെങ്കിൽ ടച്ച് ചെയ്യാനും അത് പ്രവർത്തിപ്പിച്ച് കാണിക്കാനും അതിൻ്റെ സാമ്പിൾസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഒരു ബെറ്റർ ആയിരിക്കും. വളരെയധികം ആ ബിസിനസ് ക്ലോസ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലുണ്ട്. കൊണ്ടുപോയി നടക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് ആ ഡീലർക്ക് അത് ഷോ ചെയ്യിക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ ഒരു ഡീലറെ വിസിറ്റ് ചെയ്യുക, അതിലേക്കാണ് വരുന്നത്. ഒരു ഡീലറെ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ, ഒരു കസ്റ്റമറെ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ ചില ക്രൈറ്റീരിയകളുണ്ട്. ആ റീറ്റെയിൽ ഷോപ്പിലേക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടർ കയറി വരുമ്പോൾ ഒരു കാരണവശാലും ആ റീറ്റെയിലർ വേറെ ഏതെങ്കിലും മീറ്റിങ്ങിലാണ്, പേയ്മെൻറ്റ് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതർ കമ്പനിയുടെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് എക്സ്പ്ലനേഷൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്, അതർ കമ്പനിയുടെ പേയ്മെൻറ്റ്സ് ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരുടെ സ്റ്റാഫുകളുടെ ഒപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ചെക്ക് എഴുതുന്ന എന്തെങ്കിലും കാര്യമായി ബന്ധപ്പെട്ട് ഒരു ഡിസ്കഷനാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓൺലൈൻ മീറ്റിങ്ങിലാണ്, ഉച്ചസമയം ഊണ് കഴിക്കുന്ന 1:30 തൊട്ട് 2 മണി വരെയുള്ള സമയത്താണ് നിങ്ങൾ ആ റീറ്റെയിൽ ഷോപ്പിലേക്ക് കയറി ചെല്ലുന്നത്, അല്ലെങ്കിൽ കസ്റ്റമറെ കാണാൻ ചെല്ലുന്നത്. അദ്ദേഹം ലഞ്ച് കഴിക്കുന്ന, ഫുഡ് കഴിക്കുന്ന സമയമാണ്. ഇങ്ങനെയുള്ള സമയത്ത് ചെയ്യുന്നാൽ മൊത്തത്തിൽ നമ്മൾ വളരെയധികം ഭക്ഷണം കഴിക്കുന്നതിനുള്ള ആ കാര്യം ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഷോപ്പിൽ നിന്നും എഴുന്നേറ്റ് എനിക്ക് പോകണം, അല്ലെങ്കിൽ ഭാര്യ ഭക്ഷണം വിളമ്പി വെച്ച് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഹോട്ടലിൽ 2 മണിക്ക് ശേഷം ഭക്ഷണം കിട്ടില്ല, അതിലായിരിക്കും അദ്ദേഹത്തിൻ്റെ ഫോക്കസ്. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ശാരീരികമായ ഒരു വൈക്ലഭ്യങ്ങൾ എന്നൊക്കെ പറയാം, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഫേസ് ചെയ്യുന്ന സമയമാണെങ്കിൽ, ഞാനിപ്പോൾ കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞു. ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ നിങ്ങൾ ഒരു പ്രോഡക്റ്റ് പ്രസൻറ്റ് ചെയ്യാൻ പോകരുത്, അത് ക്ലോസ് ആവില്ല. പിന്നെ ഏത് സമയം അതിനെ സെലക്ട് ചെയ്യണം. രാവിലെ നിങ്ങൾ ഒരു 9:30 to ഒരു 12:30 മുമ്പുള്ള സമയം അത് ബെറ്റർ ആയിരിക്കാം. ഒരു 12 മണിക്ക് തുടങ്ങി പിന്നെ അത് കുറച്ച് നീണ്ടുപോയാൽ പോലും അത് അക്സെപ്റ്റബിൾ ആണ്. അല്ലാതെ 1:30ക്ക് ശേഷം ഷോപ്പിൽ നിന്നോ ആ കസ്റ്റമർ വീട്ടിലേക്ക് പോകുന്ന സമയത്തോ അങ്ങനെ എന്തെങ്കിലും എൻഗേജ്മെൻറ്റ് ഫേസ് ചെയ്യുന്ന സമയം മാത്രമല്ല പറയുന്നത്. അയാൾ വേറൊരു മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, വേറെ കസ്റ്റമറായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ ക്രൈറ്റീരിയയിൽ നിങ്ങൾ ഓടി ചെന്നിട്ട്
ഇത് X&Y കമ്പനിയിൽ നിന്ന് ഞാൻ വന്നിരിക്കുന്നു, എൻ്റെ പ്രോഡക്റ്റ് ഇതാണ്, ഞാൻ മാനേജറാണ്, ഇത് വേറെ എൻ്റെ കൂടെയുള്ള എക്സിക്യൂട്ടീവ്സാണ്. ആ രീതിയിലൊരു പ്രസൻറ്റേഷൻ ഒരു കാരണവശാലും ഒരിക്കലും ചെയ്യാൻ പാടില്ല. പക്ഷെ അത് വളരെയധികം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ധൃതി കൂട്ടരുത്. ഒരു റീറ്റെയിൽ ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ധൃതി കൂട്ടരുത്. സമയം പാലിക്കണം, ക്ഷമയോടെ കാത്തു നിൽക്കണം. അങ്ങനെ ക്ഷമയോടെ കാത്തു നിൽക്കാനുള്ള ഒരു മാനസിക അവസ്ഥ നിങ്ങൾക്കുണ്ടായിരിക്കണം. അങ്ങനെ ഒരു ക്ഷമ ശീലിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ എവിടെയായാലും സക്സസ് ആവണമെങ്കിൽ ക്ഷമിക്കാനുള്ള, വെയിറ്റ് ചെയ്യാനുള്ള, ക്ഷമിക്കുക എന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് വെയിറ്റ് ചെയ്യുക. നമ്മൾ ക്യൂവിലാണ്, വെയിറ്റ് ചെയ്യുക. ആ ഡിസ്കഷൻ അങ്ങ് കഴിയട്ടെ, അതുവരെ ആ ഡിസ്കഷൻ്റെ അടുത്ത് പോയിരിക്കുകയോ അവർ പറയുന്നത് എന്താണെന്ന് കേൾക്കുകയോ ചെയ്യാതെ നിങ്ങൾ ഒറ്റ സോഫ മറ്റോ ഉണ്ടെങ്കിൽ ആ സോഫയിലേക്ക് മാറി നിന്ന് അതിന് സമയം കൊടുക്കുക. നിങ്ങളൊരു ഫസ്റ്റ് ഒരു പ്രോഡക്റ്റ് പ്രസൻറ്റ് ചെയ്യാൻ പോവുകയോ അല്ലെങ്കിൽ നിങ്ങളൊരു ബ്രാൻഡ് സംസാരിക്കാൻ പോവുകയോ ചെയ്യുകയാണെങ്കിൽ, അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് പോവുകയാണെങ്കിൽ, ജസ്റ്റ് ടെലഫോണെങ്കിലും വിളിച്ചിട്ട് ഞാൻ X&Y കമ്പനിയിൽ നിന്നും വരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഇന്ന സമയത്ത് സാറിനെ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ ഒരു കോൾ ചെയ്ത ശേഷം നിങ്ങൾ അവിടെ പോവുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കാം. പിന്നെ പലരും അങ്ങനെ കോൾ ചെയ്ത് പോകാത്തത്, അങ്ങനെ കോൾ ചെയ്ത് പോകുമ്പോൾ ഇന്ന് വരണ്ട, ഇന്ന് അങ്ങനെ റിജക്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ള ഒരു ഉൾഭയം കൊണ്ടൊക്കെ ആയിരിക്കാം. എന്തായാലും രണ്ട് സൈഡ് ഉണ്ട് നാണയത്തിൻ്റെ, രണ്ട് സൈഡ്. ഒരു രീതിയിൽ അപ്പോയിൻമെൻ്റ് എടുത്തു പോവുകയാണെങ്കിൽ അത് കുറച്ച് എഫക്റ്റീവ് ആവും. ഈ അപ്പോയിൻമെൻ്റ് എടുക്കാതെ നിങ്ങൾ വരികയാണെങ്കിൽ എനിക്ക് സാറായിട്ട് ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് വളരെ ഗഹനമായിട്ട് ബ്രീഫായിട്ട് കുറച്ച് സമയം ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്, ഒരു ഹാഫ് അവർ ഡിസ്കസ് ചെയ്യേണ്ടതെന്ന്. അദ്ദേഹം പറയാണ് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരു 3:30 ഇരിക്കാം. നിങ്ങൾ തയ്യാറായിരിക്കണം. 3:30 ശേഷം ഫുഡ് കഴിച്ചിട്ട് 3:30 ശേഷം 3:30 മുമ്പ് അവിടെ വന്നിരിക്കണം. അപ്പോഴേക്കും 3 മണിക്ക് അല്ലെങ്കിൽ 3:30 കഴിഞ്ഞിട്ട് അദ്ദേഹം വരികയാണെങ്കിൽ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യപ്പെടുകയായിരുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്യും. ഞാൻ പറയട്ടെ, മാർക്കറ്റ് ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് എപ്പോഴും ചെയ്യപ്പെടുകയാണ്. മാർക്കറ്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിൽക്കുന്ന പ്രോഡക്റ്റ് മാത്രമല്ല. നിങ്ങൾ ഒരു പെന്ന് വിൽക്കുകയാണെങ്കിൽ ഈ പെന്ന് മാത്രമല്ല നിങ്ങൾ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്, നിങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങളെ കൂടി വിൽക്കാൻ ശ്രമിക്കണം. നിങ്ങളെ കൂടി വിൽക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സിൻസിയറിറ്റി, നിങ്ങളുടെ ഡെഡിക്കേഷൻ, നിങ്ങളുടെ ആ കാര്യത്തിലുള്ള ആത്മാർത്ഥത, നിങ്ങളുടെ സ്മൈല്, നിങ്ങളുടെ നല്ല പെരുമാറ്റം, അതിൽ കൂടി ആ കസ്റ്റമർ, ആ റീറ്റെയിലർ അട്രാക്റ്റ് ആവേണ്ടതുണ്ട്. ഈ ലോകത്ത് എല്ലാവരും മാർക്കറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെല്ലാവരും മാർക്കറ്റ് ചെയ്യുകയാണ്. ഇത് ഒരു കൺസ്യൂമർ ഓറിയൻറ്റഡ് സ്റ്റേറ്റാണ്, പ്രത്യേകിച്ച് നമ്മുടെ കേരളം. ഇവിടെ എല്ലാവരെയും മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിച്ച ശേഷം, ഒരു ഡിസ്ട്രിബ്യൂട്ടറെ വെയിറ്റ് ചെയ്യിപ്പിച്ച ശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ടും അയാൾ വിളിക്കുന്നില്ലെന്ന് വിചാരിക്കുക. 1/2 മണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങളെ വിളിക്കുന്നില്ലെങ്കിൽ നിങ്ങളോട് എന്തെങ്കിലും വ്യക്തിപരമായ എന്തെങ്കിലും മാനസിക അകൽച്ച ചിലപ്പോൾ അദ്ദേഹത്തിനുണ്ടാകാം. അത്തരത്തിൽ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി നടക്കണം. അതിനടുത്ത കൗണ്ടർ ഒരു റീറ്റെയിൽ ഷോപ്പ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഉണ്ടെങ്കിൽ, അതിനോട് ചേർന്നുണ്ടെങ്കിൽ, നമ്മളെ ആ രീതിയിൽ നമ്മൾക്ക് വാല്യൂ തരാത്തവരാണെങ്കിൽ, നമുക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിലയ്ക്ക് നമുക്ക് വാല്യൂ തരാത്ത ഡീലറാണെങ്കിൽ, ഒരു ഫസ്റ്റ് ബ്രാൻഡ് ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്യണ കാര്യങ്ങളാണ് പറയുന്നത്. ഓൾറെഡി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഷോപ്പിൽ ഒരു പുതിയ പ്രോഡക്റ്റ് പ്രസൻറ്റ് ചെയ്യണ കാര്യമില്ല. ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബ്രാൻഡഡ് പ്രോഡക്റ്റ് ഒരു ഷോപ്പിൽ പ്രസൻറ്റ് ചെയ്ത് ആ പ്രോഡക്റ്റ് അവിടെ ഡീൽ ചെയ്യിപ്പിക്കുന്ന, അസോസിയേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഈ സ്പീച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളെ വിസിറ്റ് ചെയ്തിട്ടും നമുക്ക് വാല്യൂ വില തരാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ നിന്ന് ഇറങ്ങി നടന്ന് തൊട്ടടുത്തുള്ള അയാൾ കാണാവുന്ന രീതിയിലുള്ള ഒരു നല്ല ഡീലറെ അപ്പോയിന്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിരിക്കും. ഒരു ഡിസ്ട്രിബ്യൂട്ടർ പാലിക്കേണ്ട ഇന്റേണൽ പോളിസികൾ ഇനി കണ്ടിന്യൂ ചെയ്യും. ഓൾ ദ ബെസ്റ്റ്.